ആയിട്ട് വരികയാണെങ്കിൽ ഞങ്ങൾ ആരും എതിർക്കാൻ പോകില്ല. ഇല്ലില്ല, അങ്ങനെയല്ല. രമേശ് പിഷാരടിയെ മാത്രം മാറ്റി നിർത്തിക്കൊണ്ടാണ് വിധി. നിങ്ങളുടെ ഇന്നലത്തെ വാർത്ത ഇല്ല. രമേശ് പിഷാരടിക്ക് കൺവീനർ സ്ഥാനത്ത് തുടരാനുള്ള അർഹത മാറ്റിയെന്ന് മാത്രമേ ഉള്ളൂ. അഡ്ഹോക് കമ്മിറ്റി അങ്ങനെ അല്ല. കൺവീനർക്ക് സ്റ്റേ. അതായത് ഒന്നാമത്തെ കാര്യം, ഈ അഡ്ഹോക് കമ്മിറ്റി എന്ന് പറയുമ്പോൾ എല്ലാ മെമ്പേഴ്സും ഒരുപോലെയാണ്. അവിടെ പ്രസിഡന്റ് പോയാൽ ബാക്കിയുള്ളവർ പോയെന്ന് അർത്ഥമില്ല. കൺവീനർക്ക് മാത്രമാണ് സ്റ്റേ. അപ്പൊ പുള്ളി രാജിവെച്ച കഴിഞ്ഞ പ്രശ്നം. ആ വക്കീല് പറയുന്നുണ്ട്, ഉത്തരവ് അങ്ങനെയല്ല. വായിച്ചോ സൈറ്റിൽ പോയി? അപ്പൊ അതിനകത്ത് രമേശ് പിഷാരടിക്ക് മാത്രമാണ് സ്റ്റേ അല്ലേ? അതിലുള്ളത് രമേശ് പിഷാരടി വേഴ്സസ് ശ്വേതാ മേനോൻ എന്നാണ്. അതാണ് അവര് രണ്ടുപേരും മാത്രമുള്ളത്. അതെ, ഞാനതാ പറഞ്ഞത്. അഡ്ഹോക് കമ്മിറ്റി എന്നൊരു സംവിധാനം ജനറൽ ബോഡി നമ്മുടെ ജനറൽ ബൈലോയിൽ ഇല്ല എന്ന് തന്നെ ഇരിക്കട്ടെ. ഇല്ല, ശരി. പക്ഷെ ഒരു അസാധാരണ സിറ്റുവേഷൻ ഉണ്ടായി. അവര് മാസ് റിസൈൻ ചെയ്തു, അവരെ അബാൻഡൻ ചെയ്തു ഭരണസമിതിയിൽ വെച്ച്. റെസിഗ്നേഷൻ ഉറപ്പാക്കേണ്ടത് മിനിറ്റ്സ് ജനറൽ ബോഡി പറഞ്ഞാൽ മതി. ജനറൽ ബോഡി അപ്പെക്സ് ബോഡിയാണ്. അല്ല, രേഖാമൂലം വേണം എന്ന് പറഞ്ഞാൽ മിനിറ്റ്സ് ബുക്ക് അവരുടെയിലാണ്. അവർ എഴുതാൻ തയ്യാറല്ല, മിനിറ്റ്സ് ബുക്ക് തരാൻ തയ്യാറല്ല, ഒന്നും തരാൻ തയ്യാറല്ല. അവരുടെയിലാണല്ലോ. ഇത് ഞങ്ങൾ ആരും ഇവര് രാജിവെക്കുന്നു വിചാരിച്ച് തുടങ്ങിയ ഒരു സംഭവം അല്ലല്ലോ. ഇത് മിനിറ്റ്സ് ബുക്ക് തരാതെ അവർ വീട്ടിൽ കൊണ്ടുവച്ചൊന്നും കാണുന്നില്ല എന്നൊക്കെ പറയുന്നത്. താക്കോല് കാണുന്നില്ല, മിനിറ്റ്സ് ബുക്ക് കാണുന്നില്ല. എന്ത് ഉത്തരവാദിത്തമാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇതൊക്കെ നമ്മള് എന്താ പറയാ, ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു സംഘടനയിൽ ഇരിക്കുമ്പോഴത്തേക്ക് ഇത് കുട്ടികളെയല്ല, കുട്ടികൾ പറയുന്നത് പോലെ അത് ചെയ്യേണ്ടത് ഇപ്പൊ ഭാരവാഹികളല്ലേ, ജനറൽ സെക്രട്ടറി അല്ലേ, അവരുടെ കയ്യിലാണല്ലോ ഇരിക്കുന്നത്. അത് തരാൻ തയ്യാറാതെ അവര് അമ്മയുടെ ഓഫീസിൽ വെക്കാതെ ഒരു വീട്ടിൽ കൊണ്ടുപോയി. ചോദിച്ചപ്പോ തരൂല എന്ന്. മിനിറ്റ്സ് ബുക്ക് തരില്ല, വീഡിയോ തരില്ല. അവരെല്ലാം പോയി. അഡ്ഹോക് കമ്മിറ്റി എന്ന് പറയുന്നത് ആ പേര് നിങ്ങൾ പിന്നെയും പറയണ്ട. അതായത് താൽക്കാലിക, ഞാൻ ആ റൂൾസ് വായിക്കാം നിങ്ങൾക്ക്. അത് ഇത് ഒരു മിനിറ്റ്, ഞാനത് റൂൾസ് വായിക്കാം. ഇതാണ് അതിനകത്ത് ഇപ്പൊ പറയുന്നത്. 4 റൂളാണ്. ദ ജനറൽ ബോഡി ഇസ് ദ സുപ്രീം അതോറിറ്റി ഇൻ മോസ്റ്റ് സൊസൈറ്റീസ്. അതായത് ഇത് ട്രാവൻകൂർ കൊച്ചി സൊസൈറ്റി ആക്ടിൽ പറയുന്നതാണ്. അത് they can accept the resignations, appoint an interim or ad hoc committee, appoint and nominate an administrator or returning officer, or conduct fresh elections within a specified period according to the bylaws. ഇത്രയും അധികാരം ഉണ്ട് അപെക്സ് ബോഡിയായ ജനറൽ ബോഡിക്ക്. അവരുടെ മുമ്പിലാണ് രാജിവെച്ചത്. അവരാരും അവരുടെ കൂടെയുള്ള സമിതി ഞങ്ങൾ രാജിവെക്കുന്നില്ല എന്ന് പറയുകയൊന്നും ചെയ്തില്ല. ശ്വേതാ മേനോൻ എന്ന വ്യക്തി തിരിച്ചു വരുന്നു എന്ന് അറിഞ്ഞ നിമിഷം ജോയ് മാത്യു അടക്കം രാജിവെച്ചിട്ട് പോയി. അല്ല ആയിക്കോട്ടെ, പക്ഷെ രാജശേഖരൻ കണക്ക് കാണിക്കാൻ പറയുന്നുള്ള ഭയത്തിലല്ലേ. എവിടെ പോയി ജോയ് മാത്യു എന്ന നട്ടലുള്ള പുരുഷൻ? എന്തിനാണ് ശ്വേത തിരിച്ചു വരുമെന്ന് പറഞ്ഞ് ഇറങ്ങി പോയത്? രാജിവെക്കാതെ അവിടെ നിന്ന് ശ്വേതയുടെ കൂടെ ഞാനുണ്ട് എന്ന് പറഞ്ഞ് നിൽക്കാത്ത നെഞ്ചു വിരിച്ച് എവിടെ പോയി? അതും പറയുന്നുണ്ട്. കുത്തഴിച്ചതാരാണ്? ഇദ്ദേഹം പറയുന്നത് ആകെ ജനറൽ അവിടെ ഒരു പാർട്ടി നടത്തിയതാണ് കുറ്റം. പാർട്ടി നടത്തിയത് കുറ്റമാണ്. ആര് പറഞ്ഞു ഇവരോട് പാർട്ടി നടത്താൻ? നമ്മൾ ആരുടെയും സൈഡല്ല പറയുന്നത്. എനിക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല, ഞാനിവിടെ ന്യൂനപക്ഷമായി പോയി, എനിക്കൊന്നും പറ്റിയില്ല, അതൊക്കെ എന്ത് ന്യായമാണെന്ന്. കൊക്കോ പരമേശ്വരൻ വൈസ് ചെയർമാൻ ആകുന്നതിന് മുമ്പ് അമ്മയിലെ അംഗമായി പ്രേംകുമാറും ചെയർമാനായും വൈസ് ചെയർമാനായും ചലച്ചിത്ര അക്കാദമിയിൽ ഇരുന്നിട്ടുണ്ട്. എന്നിട്ടൊന്നും അദ്ദേഹം ഇതൊന്നും ചെയ്തിട്ടില്ല. അവരെന്തോ ന്യായീകരിച്ചു. അവിടെ എന്തൊക്കെയോ എന്തോ ഫെസ്റ്റിവലിന് ഇങ്ങനെ ഒരു ഡിന്നർ കൊടുത്തു കഴിഞ്ഞാല് മലയാളം സിനിമയ്ക്ക് എന്തൊക്കെയോ കിട്ടും എന്നൊക്കെയാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഫെഫ്ക എല്ലാ സംഘടനയും ചെയ്യണ്ടേ? തൽക്കാലം ഇതിനകത്ത് പരിഹാരം ഇത് റിസീവർ ഭരണത്തിലേക്ക് പോകുമെന്നൊക്കെ ഭീഷണി മുടക്കിക്കൊണ്ട് ചില യൂട്യൂബേഴ്സ് വന്നിട്ടുണ്ട്. ഇത് സത്യം പറഞ്ഞാൽ ഇത് മുടങ്ങരുത്. എത്രയും പെട്ടെന്ന് ചെറുപ്പക്കാരായ കുട്ടികൾ, ധ്യാൻ ശ്രീനിവാസന്റെ ഒക്കെ നേതൃത്വത്തിൽ ചെറുപ്പക്കാരായ കുട്ടികൾ ഇലക്ഷന് നിൽക്കണം, അവര് വരണം. ശ്രീ മോഹൻലാൽ, ശ്രീ മമ്മൂട്ടി, ശ്രീ സുരേഷ് ഗോപി എന്നിവർ അവരുടെ രക്ഷാധികാരികളായി ഇരുന്നുകൊണ്ട് ഈ സംഘടനയെ ഏറ്റെടുക്കണം എന്നാണ് ഞങ്ങൾക്ക് വിനീതമായി പറഞ്ഞു. ഞങ്ങളുടെ എല്ലാവരുടെയും അഭിപ്രായം അതാണ്. ചെറുപ്പക്കാർ വരണം എന്നുള്ളതാണ്. വരും 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 വരും
അത് പറഞ്ഞിട്ടുണ്ട്, ധ്യാൻ വരാന്ന് പറഞ്ഞിട്ടുണ്ട്. ഭരണസമിതി വേണ്ട. അല്ല, ഞങ്ങൾക്ക് അത് അവർക്ക് ഇലക്ഷൻ നിൽക്കാമല്ലോ. അവര് വേണമെങ്കിൽ അടുത്ത തവണ വന്ന് ഇലക്ഷൻ ഒന്ന് പ്രൂവ് ചെയ്യട്ടെ, അവര് മത്സരിച്ച് ജയിക്കട്ടെ. ആരും പറയുന്നില്ല ശ്വേത ഇനി അവിടെ വരരുത്, പ്രാഥമിക അംഗത്വമൊന്നും രാജിവെക്കുന്ന ഞങ്ങൾ ആരും പറഞ്ഞില്ല. BJPയുടെ 2 കോടി രൂപ വഞ്ചുന്നു ഒരു ആരോപണമാണെന്ന് പറഞ്ഞിട്ട് പറയാണ് ബാബുരാജ്. ഒറ്റ ഓട്ടം. അതെന്തിനാത്? ഞങ്ങളെ ഞെട്ടിപ്പോയി. എന്തിനാ അങ്ങനെ ഓടി? ഇതാരും ഇത് ഒന്നാമത് ഞങ്ങൾ കണ്ടുപോലില്ലേ, ഓടുന്ന കണ്ടിട്ടാണ് എന്താ സംഭവിച്ചതെന്ന് ചോദിക്കുന്നത്. ഒരുപാട് ബഹളം നടന്നുകൊണ്ടിരിക്കുകയല്ലേ, അടി 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 അടി. അപ്പൊ അതിനിടയ്ക്ക് ഇത് എന്തിനാ ഇവര് ഓടിയതെന്ന് ചോദിക്കുമ്പോഴാണ് കാര്യം മനസ്സിലാക്കുന്നത്. ചോദിക്കുകയാണ് ജനറൽ ബോഡി ഇവരോട് ഓരോ ചോദ്യം ഉറക്കെ ചോദിക്കുകയാണ്. അല്ലാതെ അശ്ലീലമല്ല. നിങ്ങൾ കണക്ക് പറയൂ, നിങ്ങൾ കണക്ക് ചോദിക്കൂ. ആ പൈസ എവിടെ പോയി, ഈ പൈസ എവിടെ പോയി എന്ന് ചോദിച്ചുകൊണ്ടിരിക്കുമ്പോ പുള്ളിക്കാരത്തി ഇറങ്ങി ഒറ്റ ഓട്ടം അവിടെ വരെ പോയി. ആരോ പറഞ്ഞു തിരിച്ചു വിളിച്ചോണ്ട് വന്നു. അങ്ങനെ അവരെ ആക്ഷേപിക്കരുതായിരുന്നു. അതൊക്കെ വളരെ സങ്കടകരമായ കാഴ്ചയാണ്. അതൊക്കെ ഇല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ ബാബുരാജിനെ കുറിച്ച് ആരോപണം പറഞ്ഞിട്ട് ബാബുരാജിന്റെ കാലത്ത് കണക്കിൽ തെറ്റുണ്ടെന്ന് പറഞ്ഞു. അത് ബാബുരാജ് കൃത്യമായി കണക്ക് കൊടുത്തിട്ടുണ്ട്. കൂടാതെ ആ സമയത്ത് അവിടെ ഓഫീസ് സ്റ്റാഫായിരുന്ന അപ്പു എന്നൊരു സ്റ്റാഫ് ഉണ്ട്. അയാൾക്ക് ശമ്പളം കൊടുക്കാഞ്ഞുകൊണ്ട് അയാളെ കുറെ കണക്ക് കൊടുത്തിട്ടില്ല. അയാൾ കൊടുക്കൂല എന്ന് പറഞ്ഞു. ഈ ശമ്പളം കൊടുത്തു കഴിഞ്ഞാൽ അയാൾ ആ കണക്ക് കൊണ്ട് ക്ലിയർ ചെയ്യും. അത് എത്രയോ പ്രാവശ്യം പറഞ്ഞതാണ്. പക്ഷെ അവരത് കൊടുക്കാൻ തയ്യാറല്ല. ഇവരോട് ചോദിക്കുന്നത്, നിങ്ങൾ ബാബുരാജിനെ നോട്ടീസ് അയച്ച് വിളിപ്പിച്ചിട്ടുണ്ടോ? ഇല്ല.